എന്തിനാ ചേട്ടാ നിങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കണത്? എന്നെ ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഒരു കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കാരണം? ഒരു കാരണം എടി, പല കാരണങ്ങളുണ്ട് അതിന്. ഇതാണ് ഒരു കാരണം. 24 മണിക്കൂറും നിനക്ക് വരുന്ന ഫോൺ കോൾ, ഇതാണ് കാരണം. എപ്പോ നോക്കിയാലും ഈ കിണങ്ങണം നിങ്ങളുടെയാ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനത് ക്ഷമിച്ചിരിക്കും. ഈ ഫോൺ വരുന്നത് മാത്രമല്ല, നിന്റെ ഏത് സമയം ഈ ഫോണിലുള്ള ഞോണ്ടൽ, എപ്പോ നോക്കിയാലും ഞോണ്ടലോടെ. ആ ഞോണ്ടലൊന്ന് നിർത്തോ മനുഷ്യ? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ടൂറ് പോയത് കൊണ്ടാണ് നിങ്ങൾ പോയി ഡിവോഴ്സിന് അപേക്ഷിക്കണത്. അയ്യോ, ടൂർ പോയതിനല്ല. പിന്നെ ടൂർ പോയിട്ട് ഒരു കുരങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നീ വൈറലാക്കി. അതാണ് പ്രശ്നം. അയ്യോ ചേട്ടാ, അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. ആ, നിനക്കത് ട്രെൻഡ്. എന്റെ അമ്മൂമ്മ പറഞ്ഞ എന്നാന്നറിയാവോ? എടാ രമേശ, നീ ടൂറിന് പോണില്ല എന്ന് പറഞ്ഞിട്ട് നീ അവളുമായിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്തല്ലേടാന്ന്. അതാ അമ്മൂമ്മ മാത്രല്ല, ഞാനും നിങ്ങളും തമ്മിൽ ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ട എല്ലാവരും അതാ പറയുന്നത്. എന്ത്? അല്ല, കുരങ്ങനായിട്ടുള്ള ഫോട്ടോ. അതല്ല, കുരങ്ങനായിട്ടുള്ള ഫോട്ടോ എല്ലാവരും പോയിട്ട് എടുക്കണതാ. നീ അല്ലാതെ ആരാടി ഈ കുരങ്ങനായിട്ട് ഫോട്ടോ എടുക്കണം? അതിപ്പോ ശ്രീവിദ്യ ഫോട്ടോ എടുത്തിട്ടില്ല കുരങ്ങനായിട്ട്. ഒരു കുരങ്ങനെ കെട്ടാൻ ചെയ്തു. ഞാൻ എടുത്തായിരുന്നു. ഇല്ല, എടുത്തില്ല. അതെ, ശ്രീവിദ്യ എടുത്താ. ഞാൻ എടുത്തു. ഫോട്ടോ എടുത്താ? എടുത്തു, പോസ്റ്റും ചെയ്തു. നീ പോസ്റ്റ് ചെയ്ത്? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാനും പോയി നാളെ കുരങ്ങനായിട്ട് ഫോട്ടോ എടുക്കാം. ചേട്ടാ, മണി പൊളിക്കും. ആ കുരങ്ങനെ നിങ്ങൾ ആണുങ്ങളൊന്നും ഇഷ്ടല്ല, ഞങ്ങൾ പെണ്ണുങ്ങളായിട്ട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചത് കറക്റ്റാ. എന്താ? അത് കുരങ്ങനല്ല, കുരങ്ങന്റെ ഫിഗർ ചെയ്യുന്ന ഏതോ ഒരു കോഴിയാണത്. കോഴി. ഞങ്ങള് രംഗുട്ടാനെ പറ്റിട്ട് അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ആ കുരങ്ങന്റെ പേരാണ് രംഗുട്ടൻ. ഓഹോ, നിന്നെ റെങ്കൂട്ടാനെ കാണാൻ വിട്ട കാശ് കൊണ്ട് 10 റെമ്പൂട്ടാൻ മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷെ അത് നിങ്ങൾ ഈ കോലൊക്കെ ഒന്ന് മാറ്റി, സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റി. യൂത്ത് മൈൻഡ് ആവും, യൂത്ത് മൈൻഡ്. എന്നെ കണ്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ എത്ര ആൾക്കാരെ ഫോളോ ചെയ്യണമെന്ന് പറയും? 1 ലക്ഷം പേര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നെ. എത്ര പേര്? 1 ലക്ഷം പേര്. ഓഹോ, പണ്ട് ഞാൻ നിന്നെ ഒറ്റയ്ക്കൊന്ന് ഫോളോ ചെയ്തപ്പോൾ നിന്റെ ആങ്ങളമാർ വന്ന് എന്നെ തല്ലി. ഇപ്പൊ ഈ 1 ലക്ഷം പേരെ ഫോളോ ചെയ്യുന്നവരെ തല്ലാൻ നിന്റെ ആങ്ങളമാരുടെ കൈ പൊങ്ങുന്നില്ലേടി? ഇതാണ് പറയണത്. ഞാനും നിങ്ങൾ സംസാരിച്ച ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റാ നിങ്ങൾ ചെയ്യണത്. ഞാൻ എന്താണ് ഓപ്പോസിറ്റ് ചെയ്തത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്കൊരു സാരി വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ ചുരിദാർ വാങ്ങിക്കൊടുന്നത്? ആ, സാരി ആകുമ്പോ അതിന്റെ ഫ്ലീറ്റ് ഞാൻ തന്നെ പിടിക്കണം. ചുരിദാറാകുമ്പോ ചുരിദാറിന് ഫ്ലീറ്റ് ഇല്ലല്ലോ. ചുരിദാറിന് ഫ്ലീറ്റ് ഇല്ല, അതുപോലെ നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല. ശ്രീദേവി, ഞാൻ എപ്പോഴാടി നിന്നെ സ്നേഹിക്കാതിരുന്നത്? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ കാമുകി നിങ്ങൾ ഇട്ടേച്ച് പോവോ? അയ്യോ, അത് കാമുകി ഇട്ടേച്ച് പോതല്ല. പിന്നെ അവളുടെ ആത്മാർത്ഥമായ സ്നേഹം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നീ എന്റെ അമ്മയാടി, അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൾ എന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, നിനക്കിപ്പോ ഒരു അമ്മ സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഒരു അച്ഛനെ സെറ്റ് ആക്കിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ചെറുക്കനോട് പോയതാ. ഇതുവരെ വന്നിട്ടില്ലേ? എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരു മണ്ടനാണല്ലോ എനിക്ക് എന്റെ കുടുംബത്തിൽ കിട്ടിയത്. നിന്റെ കുടുംബത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. എന്റെ കുടുംബത്തിന് എന്താ പ്രശ്നം? ഇവരുടെ കുടുംബം. ഒരു ദിവസം ഞാൻ ഇവിടെ വീട്ടിൽ പൊടുന്ന് കുളിക്കാൻ നിന്ന്. പൈപ്പിലാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് കുളിക്കുന്നത്. ഇവളുടെ അമ്മ ഓടി നിന്നിട്ട് പറയാ, അയ്യോ മോനെ, നീ പൈപ്പിൽ കുളിക്കില്ലേ, നീ ഷവറിൽ കുളിക്കാൻ. എന്നിട്ട് എന്താ ഷവറിൽ കുളിച്ചില്ലേ? അയ്യോ, ഷവറിനെ കുറിച്ച് പറയാതിരിക്കുന്നത് ബെറ്റർ. ഉജാല പാട്ടയ്ക്കകത്ത് 24 ഊട്ടയിട്ട് വഴി വെള്ളം വീഴുന്നതാണ് ഇവളുടെ വീട്ടിലെ ഷവർ. എന്തായാലും കുളിച്ചില്ലേ? കുളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോ ഇവളുടെ വീട്ടിലെ കോഴികളെല്ലാം കൂടി എന്നെ കണ്ടിട്ട് പേടിച്ചു ഒറ്റ ഓട്ടം. നീലക്കുറുക്കനെ കണ്ട കോഴികൾ പേടിച്ചോടാതിരിക്കുവോ? ഇതാണോ നിങ്ങളിപ്പോ ഡിവോഴ്സിനുള്ള കാരണം? ഇതൊക്കെ വലിയ പ്രശ്നമാണോ? കഴിഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുന്ന എന്റെ ഫോട്ടോയിൽ നീ മാലയിട്ട് തിരികെത്തിച്ചു. അതൊരു പ്രശ്നമല്ലേ? ആര് പറഞ്ഞു? എന്റെ അച്ഛനമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ ദൈവത്തെ പോലെ കാണണം. ദൈവമേ, അച്ഛനമ്മ പറയുന്നതെന്ത്, ഇവള് കേട്ടതെന്ത്? അയ്യോ, നിങ്ങൾക്കേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാ? ആകെ സ്നേഹിച്ചിട്ടുള്ള 1 വർഷമാണ്. 1 വർഷം. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? എന്താ ഉറപ്പ് എന്നാ? കല്യാണം കഴിഞ്ഞിട്ട് ആ 1 വർഷത്തിൽ ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കുമ്പോ ഒറ്റ റിങ്ങിൽ നിങ്ങൾ ഫോൺ എടുത്തിരുന്നു. അതിനുശേഷം വിളിക്കുമ്പോ നിങ്ങൾ ഫോണേ എടുക്കുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. ആദ്യമേ 1 വർഷത്തിനുള്ളിൽ നീ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കെയറിങ്. 1 വർഷം കഴിഞ്ഞാലാ? അത് കഴിഞ്ഞ ടോർച്ചറിങ്. ഈ ടോർച്ചറിങ് കാരണം ആ കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യാനിരുന്നത് അറിയോ? എന്നിട്ട് എന്താണ് ചെയ്യാണ്ടിരുന്നേ? അത് പറയാൻ വേണ്ടി ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ചപ്പോ നിന്റെ അമ്മയാണല്ലോ ഫോൺ എടുത്ത്. അമ്മയോട് ഞാൻ അറിയാതെ ഒന്ന് ചോദിച്ചു പോയി, അമ്മയെ സുഖമാണോന്ന്. അപ്പൊ നിന്റെ അമ്മ പറയാ, മോനെ 2 വർഷമായിട്ട് ഇവിടെ സുഖമുണ്ട്, സമാധാനമുണ്ട് എന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് കയറ്റിവിടാൻ നോക്കണ്ടെന്ന്. അപ്പോളെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന്. ദൈവമേ, പ്രേമിച്ച് കെട്ടണേ നല്ലത് അറേഞ്ച് മാരേജ് മതിയായിരുന്നു. എടി, വിഷം കഴിച്ച് ചത്താലും
തൂങ്ങിച്ചത്താലും റിസൾട്ട് ഒന്ന് തന്നെയാ. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണേ. എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം, നല്ല സ്ത്രീധനം തന്നിട്ടല്ലേ നിങ്ങൾ ഇതിനെ കിട്ടിയത്? അയ്യോ ശ്രീധനൊന്നും പറയരുത്, അതിന് റീഫണ്ട് എന്ന് പറയണം. റീഫണ്ടാ? ഇവളെ ഞാൻ പ്രേമിച്ചോണ്ടിരുന്നപ്പോ ഇവൾക്ക് വേണ്ടി ചെലവാക്കിയ പൈസ ഇവളെ വീട്ടുകാർ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നു. അതാണ് പറയുന്നത്, അല്ലാതെ ശ്രീധനം എന്ന് പറയുന്നത്. ഓ, അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് നടക്കരുന്നില്ല. എനിക്ക് ഇനി നിങ്ങളെ കൂടെ ജീവിക്കണ്ട, എനിക്കിനി നിങ്ങളെ കൂടെ ജീവിക്കണ്ട. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഡിവോഴ്സ് കേസിന് വന്നു അല്ലേ? എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ നീഡ് ഡിവോഴ്സ്. എന്ന് വെച്ചാ എനിക്ക് നിങ്ങളെ വേണ്ടാന്ന്. അയ്യോ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചെയ്ത് കളയുന്നും പറഞ്ഞ് ഞാൻ ആരെ പേടിപ്പിക്കും? അപ്പനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഒരുപാട് സ്നേഹമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. ഐ നീഡ് ഡിവോഴ്സ്. ശ്രീദേവി. ശ്രീദേവി അല്ല, സ്ത്രീ ദേവി.